ഹലോ ഹായ് ഫ്രണ്ട്സ്, സിയോൺ റൈറ്റേഴ്സിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് പള്ളിമുക്ക് ജംഗ്ഷനിലാണ്. പള്ളിമുക്ക് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 100 മീറ്റർ മാറി ഒരു നല്ല വീട് വിൽപ്പനയ്ക്ക് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 8-9 വർഷത്തെ പഴക്കമുള്ള വീടാണെങ്കിൽ നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ വീടിന്റെ ഓണർ വന്നിട്ട് ദുബായിലാണ്. അവർ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരുമ്പോൾ മാത്രമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. ഇതിന്റെ പുള്ളിക്കാരന്റെ ബ്രദറാണ് അപ്പുറത്തും വീട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വീട് പുള്ളി അർജന്റായിട്ട് സെയിലിന് വെച്ചേക്കുവാണ്. അപ്പോൾ എന്താണ് 1750 സ്ക്വയർ ഫീറ്റിൽ റെഡ് ബ്രിക്കിൽ പണിതിട്ടുള്ള 3 BHK അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ വീടാണ്. നമുക്ക് ഈ വീടിന്റെ അകത്തെ വിശേഷങ്ങൾ കാണാം. കയറി വരുമ്പോൾ ഒരു വരാന്ത കൊടുത്തിട്ടുണ്ട്. നേരെ വരുന്നത് നമ്മൾ ലിവിംഗ് ഏരിയയിലേക്കാണ് കേട്ടോ. വിശാലമായിട്ടുള്ള ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയും ഒരുമിച്ചാണ് അവർ കൊടുത്തിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിംഗ് ഏരിയ നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ നമുക്ക് ഡൈനിങ് ഏരിയ ആയിട്ട് യൂസ് ചെയ്യാം. ഇവിടെ കയറി വരുമ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ് കേട്ടോ കിച്ചൺ വരുന്നത്. ഓപ്പൺ കിച്ചൺ അല്ല, നോർമൽ ആയിട്ടുള്ള കിച്ചൺ ആണ്. ലെഫ്റ്റ് സൈഡിലാണ് ഈ ഒരു കിച്ചൺ വരുന്നത്. കബോർഡുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. എല്ലാം നല്ല മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്തത്. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 8-9 വർഷമായെങ്കിലും ഇതൊന്നും ഒരു കേടുപാടുകളൊന്നും സംഭവിക്കും. നല്ല വൃത്തിയായിട്ട് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കിച്ചൺ. ഞാൻ പറഞ്ഞ പോലെ തന്നെ മോഡേൺ കിച്ചൺ ഒന്നും അല്ല, എന്നാൽ നമുക്ക് അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കിച്ചൺ തന്നെയാണ്. മൊത്തം 4 സെന്റ് ആണ് കേട്ടോ വരുന്നത്. 4 സെന്റ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ കുറച്ച് സ്പേസ് നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നനകളിലൊക്കെ ഇടാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉള്ള ഒരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കിച്ചണിലേക്ക് നേരെ വരുന്നത് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂമാണ്. താഴെ ഒരു ബെഡ്റൂമും മേളിൽ 2 ബെഡ്റൂമാണ്. ടോട്ടൽ 3 ബെഡ്റൂമാണ് ഉള്ളത്. ഇതാണ് നമ്മുടെ ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത് കേട്ടോ. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂം തന്നെയാണ്. ഇവിടെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് പോലെ കുറച്ച് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടും. വേണമെങ്കിൽ നമുക്ക് ഒരു കബോർഡ് കൊടുത്തിട്ട് അത് വേണ്ടി നീറ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ചേർന്ന് തന്നെ നല്ല വിശാലമായിട്ടുള്ള ഒരു ബാത്റൂം. സാധാരണ ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ബാത്റൂം ഒന്നും അല്ല, നല്ല നീറ്റായിട്ടും വളരെ വിശാലമായിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓർഡർ വന്നിട്ട് ദുബായിലാണ്. പുള്ളി 10-9 വർഷം കഴിഞ്ഞ് വീട് വെച്ചിട്ടെങ്കിലും പലപ്പോഴും മാത്രമാണ് നാട്ടിലേക്ക് വരുന്നത്. വരുന്ന സമയത്ത് 5-10 ദിവസം ഈ വീട്ടിൽ താമസിക്കും, തിരിച്ചു പോകും. അങ്ങനെയാണ് പുള്ളി ചെയ്തത്. പള്ളിമുക്ക് ജംഗ്ഷൻ ആണ്, നമുക്കറിയാം. സെന്റ് തോമസ് സ്കൂൾ തൊട്ടടുത്താണ്. നമുക്ക് വേറുകൂടെ പോകാനും കുടപ്പനക്കുന്ന് പോകാനും അല്ലെങ്കിൽ കവടിയാർ പോകാനൊക്കെ വളരെ ഈസി ടു വേ ആണ്. അതുകൊണ്ട് നമുക്കത് എന്താ പറയാ, വാങ്ങിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വർത്ത് ആയിട്ടുള്ളൊരു വീട് തന്നെ ആയിരിക്കും. ഇവിടെയാണ് ഒരു വാഷ് യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഡൈനിങ് ഏരിയ നമുക്ക് നേരെ വന്നിട്ട് വാഷ് യൂണിറ്റിൽ വന്നിട്ട് നമുക്ക് കൈ കഴുകാനൊക്കെ ഉള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. മേളിലാണ് 2 ബെഡ്റൂം ഉള്ളത്. പറഞ്ഞ പോലെ താഴെ ഒരു ബെഡ്റൂമും മേളിൽ 2 ബെഡ്റൂമാണ് ഉള്ളത് കേട്ടോ. നല്ല നീറ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ട് നമുക്ക് മേളിൽ 2 ബെഡ്റൂം കൂടി കാണാം. കയറി വരുമ്പോൾ കുഞ്ഞൊരു ലിവിംഗ് ഏരിയയാണ് മേളിൽ കൊടുത്തിട്ടുള്ളത്. ഇതിനോട് ചേർന്ന് രണ്ടാമത്തെ ബെഡ്റൂം ഉണ്ട്. ഇതും നല്ലൊരു ബെഡ്റൂമാണ്. താഴെ കണ്ട അതേ രീതിയിൽ തന്നെയാണ് ഇതും പണിതിട്ടുള്ളത്. ഇവിടെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൂടി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഡ്രസ്സിംഗ് റൂം പോലെ കുറച്ച് സ്പേസ് നമുക്ക് ഒരു ഡ്രസ്സിംഗ് ഏരിയ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ബാത്റൂമും അതുപോലെ തന്നെ നല്ല വലിയ താഴെ കണ്ടതുപോലെ തന്നെ വിശാലമായിട്ടുള്ള ബാത്റൂം തന്നെയാണ്. സെറയുടെ മെറ്റീരിയൽസ് ആണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ മേളിൽ ഓപ്പൺ ടെറസിലേക്ക് പോകുന്ന ഏരിയ ആണിത്. ഇതിനോട് ചേർന്ന് തന്നെയാണ് പുള്ളിയുടെ ബ്രദറിന്റെ വീട്. നമുക്ക് ഇവിടെ നിന്ന് കാണാം. തൊട്ടടുത്ത് തന്നെയാണ് പുള്ളിയുടെ ബ്രദറിന്റെ വീട്. ഇവിടെ നമ്മൾ നേരെ വരുന്ന അടുത്ത ബെഡ്റൂമിലേക്കാണ് കേട്ടോ. മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക്. ഇതാണ് ഇവിടുത്തെ 3ാമത്തെ ബെഡ്റൂം. ടോട്ടൽ 3 ബെഡ്റൂമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് നല്ലൊരു ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത്. നല്ല പ്രകാശമുള്ള റൂമാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഫ്രണ്ട് ഡോറിനോട് ചേർന്ന് വരുന്ന പോർഷൻ ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയ ബാൽക്കണി അവർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രദേശം മുഴുവനും കാണാൻ പറ്റും. നല്ല മലയും കാടും ഒക്കെയുള്ള മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു കാഴ്ച നമുക്കിപ്പോൾ 12:30 മണിയായിട്ട് പോലും അവിടെ നല്ല മഞ്ഞും ഒക്കെ ഉള്ളൊരു ഓപ്ഷനാണ്. പള്ളിമുക്ക് തന്നെ നമുക്കറിയാം, അധികം ബഹളമില്ലാത്ത എന്നാൽ സിറ്റിയുടെ നടുവിലായിട്ടുള്ള ഒരു സ്ഥലമാണ്, ശാന്തമായിട്ടുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ ഇവിടുന്ന് കയറുന്നത് ജസ്റ്റ് ഈ റോഡ് നമ്മൾ മേലെ കയറുന്നതാണ് മെയിൻ റോഡ് വരുന്നത് കേട്ടോ. അതുകൊണ്ട് നമുക്ക് പോയി വരാനൊക്കെ വളരെ ഈസി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ പള്ളിമുക്ക് ജംഗ്ഷനിൽ വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങൾ ബന്ധപ്പെടാം. 1750 സ്ക്വയർ ഫീറ്റോളം വരുന്ന വീടാണിത്. 3 BHK ആണ് ഉള്ളത്. എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ ചുടുകല്ലിൽ പണിതിട്ടുള്ള 4 സെന്റിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഈ വീട് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുടക്കേണ്ടത് വെറും 65 ലക്ഷം രൂപയാണ്. തീർത്തും നെഗോഷ്യബിൾ ആണ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.